നല്ലൊരു സൺറൈസ് ആസ്വദിക്കാൻ, സിംഹപ്പാറ എന്നൊരു ഫോട്ടോ എടുക്കാൻ, ട്രെക്കിങ്ങിനും എല്ലാം വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം കൂടെ മൂന്നാർ വന്നിരിക്കുകയാണ്. ഇതിപ്പം സൂര്യനിരയിലുള്ള ക്ലൗഡ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ടെൻറ്റ് സ്റ്റേ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാട്ടർഫാൾ ട്രക്കും അതുപോലെ നമുക്ക് കുളുക്കുമലേക്കോട്ടുള്ള ഒരു ജീപ്പ് സഫാരിയും സൺറൈസിൻ്റെ ട്രക്കും എല്ലാം ഉണ്ട്. നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് DJ പാർട്ടി അതുപോലെ നമ്മുടെ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ആസ്വദിച്ചു. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ 3 മണിക്ക് വരെ നമ്മളെ ഉണർത്തും. നമുക്കൊരു 3:30 ആകുമ്പോഴത്തേനും ഫ്രഷായി സെറ്റായി നിന്ന് കഴിഞ്ഞാൽ കുളുക്കുമലേക്കോട്ടുള്ള ജീപ്പ് സഫാരി റെഡി ആയിരിക്കും. അപ്പോൾ അതുവരെ നമ്മൾ തണുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ക്യാമ്പ് ഫയറിന് ചുറ്റും നിന്നു. അപ്പം ബിനിച്ചേട്ടനായിരുന്നു നമ്മുടെ ജീപ്പിൻ്റെ സഫാരി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്യാമ്പ് ഫയർ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ആളെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ജീപ്പിൽ 6 പേരാണ്. ഞങ്ങൾ 5 പേര് സെറ്റായി. പിന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ബ്രോയുടെ കൂട്ടിയാണ് നമ്മൾ പോയത്. അപ്പം ഒരുപാട് ജീപ്പുകൾ രാവിലെ തന്നെ വെയിറ്റിംഗ് ആയി നിൽപ്പുണ്ടായിരുന്നു. നമ്മളിപ്പം ഒരു വലിയൊരു ക്യൂവിലേക്കാണ് ജീപ്പ് കൊണ്ട് പോയത്. നമ്മൾ കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്തു. എങ്കിലും നമുക്ക് ആദ്യം തന്നെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ വിൻചേട്ടൻ ഇപ്പം നമ്മുടെ ആ അപ്പർ സൂര്യനെല്ലി എസ്റ്റേറ്റോട്ട് പോകുന്ന വഴി തുടക്കത്തിൽ നല്ല സ്മൂത്താണെങ്കിലും പിന്നെ അങ്ങോട്ട് നല്ല ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു സഫാരി തന്നെ ആയിരുന്നു. റോഡുകൾ കല്ലൊക്കെ പാകിയതാണ്. അപ്പോൾ പല കല്ലുകൾ ഇളക്കി പോയിട്ടുണ്ട്. അതുപോലെ നല്ല ജെർക്കിങ്ങോട് കൂടെയാണ് പോകുന്നത്. അപ്പം നല്ലൊരു വഴിയൊക്കെയാണ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ സൗന്ദര്യമൊന്നും ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല. 1 വണ്ടി നല്ല രീതിയിൽ കുലുങ്ങുകയാണ്, 2 നമുക്ക് ഇരുട്ടാണ്. അപ്പം അങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് നമുക്ക് പോയ വഴിയിലെ സൗന്ദര്യമൊക്കെ നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. എന്തായാലും വീഡിയോയുടെ അവസാനം തിരിച്ചു വരുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്നൊരു പാസ് എടുത്തിട്ടാണ് പോകുന്നത്. അത് മുകളിൽ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയും തൊഴിലാളികളുടെ വീടുകളിലെയൊക്കെ ഇടയ്ക്കൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്കേറ്റവും മുകളിൽ എത്തിയതിന് ശേഷം ജീപ്പ് പാർക്ക് ചെയ്തിട്ട് സിംഹപ്പാറിലേക്ക് നമുക്കൊരു 500 മീറ്ററിൽ താഴെ നമുക്ക് ട്രക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുണ്ട്. പോകുന്ന വഴി നമുക്ക് കുറച്ച് ശ്രദ്ധയോടെ പോകേണ്ട വഴികളാണ്. അതായത് കല്ലുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പം സൂക്ഷിച്ച് വേണമായിരുന്നു പോകാൻ. നമ്മളിങ്ങനെ നടന്നപ്പോൾ പോകുന്ന വഴി ഇരുട്ടാണെങ്കിലും നമുക്ക് സൈഡിലോട്ട് നോക്കുമ്പോൾ നല്ല മനോഹരമായ വ്യൂ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് ചെറിയ രീതിയിൽ സൂര്യൻ ഉദിച്ചു വരുന്നതും ചെറിയൊരു നിലാവും ഇങ്ങനൊരു മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റി. നമുക്ക് ഈ മൊബൈൽ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിൽ അതിമനോഹരമാണ് ഈ സംഭവം നമ്മൾ നേരിട്ട് കാണുമ്പോൾ. അങ്ങനെ നമ്മൾ സിംഹപ്പാറയ്ക്ക് അടുത്തെത്തി. കുറച്ചധികം നേരം നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. നമ്മൾ ആദ്യം എത്തിയ ഒരു ടീമായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. നമുക്ക് കൂടുതൽ സമയം സിംഹപ്പാറയിൽ നിന്ന് ഫോട്ടോ എടുക്കാനും അവിടെ നിന്ന് വ്യൂ ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റി. എന്നിട്ട് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഉള്ളൊരു സ്പേസിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സൂക്ഷിച്ച് വീഴാതെ ശ്രദ്ധിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയുണ്ടായി.
കണ്ട് ആസ്വദിച്ചിട്ട് പതുക്കെ അവിടുന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ തിരിച്ചിറങ്ങിയ സമയത്താണ് വന്ന വഴിയുടെ അവസ്ഥയും അതുപോലെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളുടെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. നമുക്ക് ഈ ജീപ്പിനകത്തിരുന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നത് കുറച്ച് ശ്രമകരമായ കാര്യമാണ്, കാരണം വണ്ടി ഇങ്ങനെ കുരുങ്ങുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വണ്ടി പിടിച്ചിരിക്കണം, ഒപ്പം കറക്റ്റായിട്ട് ഫോൺ വെച്ചെടുക്കണം. അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും നമ്മൾ നേരിട്ട് വളരെയധികം നല്ല രീതിയിൽ ആസ്വദിക്കാനൊക്കെ പറ്റി. നല്ല കാഴ്ചകളാണ് താപ്പോട്ട് പോകുമ്പോൾ തേയിലത്തോട്ടവും അതുപോലെ മലനിരകളും അതിലേക്കൂടെ വെയിലടിക്കുന്നതും നമ്മുടെ തേയിലത്തോട്ടം തൊഴിലാളികളുടെ വീടുകൾ ദൂരെ നിന്ന് കാണുമ്പോഴേക്കും എല്ലാം നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു.